നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചേമ്പ് വിളവെടുക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. ഇന്ന് നമ്മളത് കടയിൽ കൊണ്ട് കൊടുക്കാൻ പോവാണേ. അപ്പം വൈകിട്ടായി, ഞാൻ കടയിൽ വിളിച്ച് ചോദിച്ചായിരുന്നു ഇതുപോലെ ചേമ്പ് ഇരിപ്പുണ്ട് കൊണ്ടുവരട്ടെ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു അന്നേരം തന്നെ ഈ കൊണ്ടുപോവാ, ഇവിടെ വേറെ സ്റ്റോക്കില്ലാന്ന്. അപ്പം നമുക്ക് ഇവന്മാരെ നൈസായിട്ട് പറക്കിയിട്ടൊന്ന് പാക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പാക്കിംഗ് പരിപാടിയൊക്കെ ഇപ്പം ഏകദേശം തീരാറായി. ഇനി ഇതിൻ്റെ മൂടിയും കൂടെ ഒന്ന് കെട്ടിയെടുത്താൽ മാത്രം മതി. ഇവിടെ സാധനം ഒരു ചാക്കിൽ ഒതുങ്ങാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു ചാക്ക് വേറെയും കൂടെ എടുത്തായിരുന്നു. നമ്മുടെ പാക്കിംഗ് പരിപാടിയൊക്കെ പെട്ടെന്ന് തീർന്നായിരുന്നു. പക്ഷേ ഇതിന് റോഡിൽ കൊണ്ടാക്കണം, അതാണ് ഇച്ചിരി ടാസ്ക്. സംഗതി ഇത് ഒരു 10-15 കിലോ കാണുമെന്ന് ഓർത്താണ് എടുത്തത്. പക്ഷേ ഇത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഒരു സൈഡിലോട്ടുള്ള ചായ്വ് കണ്ടോ, ഇച്ചിരി വെയിറ്റ് കൂടുതലായതുകൊണ്ടാണ് ആ ചായ്വ്. ഇതിപ്പം വീഡിയോ എടുക്കാണ്ട് താഴെ ഇടാനും പറ്റത്തില്ല. പിന്നെ ഞാൻ അങ്ങ് ആ ഫ്ലോയിലങ്ങ് കൊണ്ടുപോയി. അപ്പനായിരുന്നു കേട്ടോ ഇതിൻ്റെ ക്യാമറമാൻ. ഇത് കണ്ടോ, ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടത്തിലെ ഷോട്ട് പോലെ. ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇനി താഴോട്ട് ചെല്ലണം നമ്മൾ റോഡിലോട്ട് എത്താനായിട്ട്. സംഗതി ഇത് നമ്മുടെ പ്രോപ്പർട്ടിയൊക്കെ ആണെങ്കിലും വഴി ശരിയാക്കിയിട്ടില്ലായിരുന്നു, അതാണ് ഇത്ര കഷ്ടപ്പാട്. നമ്മളൊരു 40 കിലോ ചേമ്പയിലും അടുത്തുള്ള പലർക്കായിട്ട് വിറ്റായിരുന്നു. അപ്പം നമ്മൾ വിൽക്കുന്നത് കടയിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും പ്രൈസ് കുറച്ചിട്ടാണ്. അപ്പം മേടിക്കുന്നവർക്കും ലാഭമായിരുന്നു, നമുക്കും അത് ലാഭമായിരുന്നു. അപ്പം സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഈ ലൈറ്റിംഗ് ഇഷ്യൂ കാരണം നമ്മുടെ വീഡിയോയുടെ ഉള്ള ക്ലാരിറ്റിയും കൂടെ പോയായിരുന്നു. ഇനിയിപ്പം നമ്മുടെ രണ്ടാമത്തെ ചാക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് അത്യാവശ്യം സിമ്പിളായിരുന്നു. ഇതൊരു 10-15 കിലോയൊക്കെ കാണത്തുള്ളൂ. സംഗതി കൃഷിപ്പണിയൊക്കെ ഇച്ചിരി കഷ്ടപ്പാടാണേലും നമ്മളൊരു 5-6 മാസം കഷ്ടപ്പെട്ട് അതിൻ്റെ വിളവില്ലേ, നല്ല ക്വാളിറ്റിയോടെ വിളവ് കിട്ടുമ്പം നമ്മൾ അഭിമാനത്തോടെ കടയിൽ കൊണ്ട് കൊടുക്കും. എന്നാലും അതിൻ്റെ പൈസയൊക്കെ ഇങ്ങനെ മേടിക്കുമ്പം ഒരു പ്രത്യേക ഹാപ്പിനെസ് തന്നെയാണത്. അത് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റത്തില്ല. നമ്മൾ ട്രോളുകളിലൊക്കെ കണ്ടിട്ടില്ലായിരുന്നോ, വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ മുതലാളിയുടെ വീട്ടിലെ ബംഗാളി പണി ചെയ്യുന്ന സ്കൂട്ടറിനെ പറ്റി. ഞങ്ങളുടെ കേസിലും ഇത് ഏതാണ്ടൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മുടെ കൃഷിയാണേലും അതിൻ്റെ എല്ലാത്തിനും നമ്മുടെ ഒപ്പം നിന്ന് നമ്മുടെ സ്കൂട്ടർ തന്നെയാണ്. കാരണം ഇതിനകത്തായിരുന്നു നമ്മുടെ വിളവെല്ലാം കൊണ്ട് കടയിൽ കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മുടെ എല്ലാ കൃഷിയിലെ വിജയത്തിലും കൂടെ ഉണ്ടായിരുന്നത് ഈ സ്കൂട്ടർ തന്നെയാണ്. അതാണ് അതിനോട് ഇത്ര ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ചാക്ക് സേഫായി എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചലോ പത്തനംതിട്ട മാർക്കറ്റ്. അപ്പം നമുക്കേ ചേമ്പ് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. നമ്മളിപ്പം പത്തനംതിട്ട എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി കുറച്ചുകൂടെ പോയാൽ മതി നമ്മുടെ കടയിലോട്ട്. എനിക്കിത് ഒറ്റയ്ക്ക് കൊണ്ട് കൊടുക്കാനുള്ളതേ ഉള്ളായിരുന്നു. പിന്നെ അപ്പനും കൂടെ വരും. കാരണം അപ്പൻ ഈ മൊമെൻറ്റ്, നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കുന്ന മൊമെൻ്റ് ഇല്ലേ, അത് പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് അപ്പനും കൂടെ വരുന്നത്. നമ്മൾ ചെന്നപ്പം ഇതിൻ്റെ മുതലാളി സ്ഥലത്തില്ലായിരുന്നു. പുള്ളി പുറത്തോട്ടെന്തോ ആവശ്യത്തിന് പോയതായിരുന്നു. അപ്പം ആൾ വന്ന് കണ്ടാലേ ഇതിൻ്റെ വില പറയൂ. അപ്പോൾ ആൾ വന്നിട്ട് ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കും, എങ്ങനെയുണ്ട്, ഓക്കെ ആണോ നോക്കിയിട്ടാണ് നമ്മുടെ വില പറയുന്നത്. ഇതിനകത്ത് ചാക്കിൽ നിറച്ചും ചേമ്പായതുകൊണ്ട് നമ്മൾ ഏത് സൈഡിൽ കൂടെ ആണോ അത് കയറ്റിയത് അതുവഴി വലിച്ചാലേ ഊരിപ്പോരും. അപ്പം നമുക്കിനി മറു സൈഡിൽ നിന്ന് വലിച്ചു നോക്കാം. ഇത് കണ്ടോ, ഇതുവഴി പിടിച്ചൊരു വലി കൊടുത്തപ്പം സിമ്പിളായിട്ട് ഊരിങ്ങി പോകുന്നു. ഇപ്പം കടയുടെ മുതലാളി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇതെടുത്ത് ആ ത്രാസിലോട്ടൊന്ന് വെക്കാം. ത്രാസിൽ വെച്ചിട്ട് വെയിറ്റ് അറിയണ്ടേ. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് അറിയാൻ ഞങ്ങൾക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് ഇരുന്നത് അവർക്കും ഒരു കൗതുകമായിരുന്നു. അപ്പം അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ എന്താ പർപ്പസ്, ഞങ്ങൾ എന്തിനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, എന്തിനും പണിയാകുമോ. പിന്നെ ഞാൻ ചേട്ടനോട് കാര്യം പറഞ്ഞു, ചേട്ടാ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പം കൃഷി ബേസ്ഡ് ആണ്, അതിനകത്ത് ഇടാൻ വേണ്ടിയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു, എടുത്തോട്ടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ചോദിച്ചു. പുള്ളി പിന്നെ ചിരിയായിരുന്നു, ധൈര്യമായിട്ട് ഇട്ടോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. വേണ്ട കണ്ടോ നമ്മുടെ ചേമ്പ്, അത് 43,700 പക്ഷേ ഇത് 39 കിലോ ആട്ടെ കൂട്ടു. നമ്മൾ പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനവും ആ കടയിൽ നിന്ന് തന്നെ മേടിച്ചു. പിന്നെ അതിൻ്റെ ബാക്കി പൈസ നമ്മൾ കയ്യിലും മേടിച്ചു.